വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ച് മാറ്റി വയ്ക്കാം. ഞാൻ 3/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയാണ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അരിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു സോസ് പാനിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പാലിൽ കിടന്നിട്ട് ബട്ടർ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ബട്ടറും പാലും കൂടി ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 6 മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള മഞ്ഞക്കരു മൈദയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ മൈദയും മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടവെള്ളം ഇവിടെ ചെറുതായിട്ടൊന്നും പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടൊന്നുമില്ല. പഞ്ചസാര 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് പീസ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടവെള്ളം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ മുട്ടവെള്ളം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ മൈദയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ബട്ടർ പേപ്പർ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനില്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം.
180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 55 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലായാലും കുക്കറിലായാലും ഓരോരുത്തരുടെയും ഓവൻ്റെയും ഗ്യാസ് സ്റ്റോപ്പിൻ്റെയും ഒക്കെ ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരുന്നതാണ്. ഇനി എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്നൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. 55 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് കട്ട് ചെയ്ത് നോക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ നമ്മുടെ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. സോഫ്റ്റ് മാത്രമല്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ കിട്ടിയിട്ടുള്ള കേക്കുകളിൽ ഒന്നാണ് ഈ ടീ കേക്ക്. ഈ കേക്ക് വീട്ടിലെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻസ് അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.